ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമയം 11 കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും, നിങ്ങൾ കാണുന്ന രാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ 2-3 ദിവസത്തെ തലവേദനയൊക്കെ മാറി. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാനത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടേന്നേ, അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊരു പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. മനുഷ്യ ജീവിതമാണോ, ഓരോന്ന് അനുഭവിക്കണം. പിന്നെ ഓരോരുത്തരെ തിരിച്ചറിയാനുള്ള ഓരോരോ അവസരങ്ങൾ നമുക്ക് ദൈവം കാണിച്ചു തരും കേട്ടോ. നമ്മൾ നാമം ചൊല്ലണത് വെറുതെ അല്ലല്ലോ. നമ്മളുടെ നാമം ചൊല്ലൽ നമുക്ക് പുണ്യം കിട്ടാൻ മാത്രമല്ല, മറ്റുള്ളവരെ തിരിച്ചറിയാനും, പിന്നെ എന്താ പറയുക, നമ്മളിലെ നെഗറ്റീവ് അതൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ പോയി നല്ല എനർജി, പോസിറ്റീവ് എനർജി വരാനും, പിന്നെ നമ്മളെയൊക്കെ കൂടി നന്നാക്കാനും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാനും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ നാമം ചൊല്ലലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. പക്ഷേ എല്ലാവരും കുഴപ്പമില്ല കേട്ടോ. നല്ല തലവേദന എനിക്ക് എന്താ പറ്റിയറിയോ, ഞാൻ ഇത്തിരി ഉറക്കക്കുറവുണ്ടായിരുന്നു. ഈ ഒന്നാമത് ചൂട്, അത് ഞാൻ പറയാം, ചൂടിൻ്റെ ഒരു രക്ഷയില്ല. പിന്നെ തലവേദന, ഉറക്കക്കുറവെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോ എടുക്കണു, അതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ കണ്ണുകൾ രണ്ടും എപ്പോഴും മൊബൈലിലാണ്. അതുകൂടാതെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ കുറച്ച് കൊച്ചു ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പുറകെ പോണു. പിന്നെ ട്യൂഷൻ, കുട്ടികളുടെ എക്സാം ടൈം, ഇതെല്ലാം കൂടി വന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു സ്ട്രെസ്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചൂടിൻ്റെ ആയിരുന്നു കൂടുതൽ കേട്ടോ. ചൂടില്ലെങ്കിൽ ഇത്രയൊന്നും വരില്ലായിരുന്നു. ആ ചൂടും കൂടി വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യാണ്ടായിപ്പോയി. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളായിരുന്നു. അതും പോട്ടെ, അതൊക്കെ കൂടെ നമ്മുടെ മനുഷ്യരായ കുറേ പേരുടെ പെരുമാറ്റവും കൂടി ആകുമ്പോൾ പറയുകയും വേണ്ട അല്ലേ. ഒക്കെ ഇരിക്കുന്നേ. നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ. നമ്മൾ എന്ന് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ. നമ്മളും ചിലപ്പോൾ, ഞാനും ചിലപ്പോൾ മോശമായിട്ട് ചിലപ്പോൾ പെരുമാറിയെന്ന് വരും. കാരണം നമ്മളുടെ ചില അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറയണത്. പെട്ടെന്ന് നമ്മളുടെ റിയാക്ഷൻ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. ജീവിതം എന്ന് പറയുമ്പോൾ ഇതൊക്കെയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോണു. പിന്നെ മോളുടെ വീഡിയോ ഇന്നലെ കണ്ടില്ലേ, സർപ്രൈസ് ആക്കിക്കൊണ്ട് വന്നത് വിചാരിക്കാതെ. ഇനിയിപ്പോൾ 2-3 ആഴ്ച മോൾ ഇവിടെ ഉണ്ടാവും. വിഷുവൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെ ആ കാര്യമൊക്കെ ഓക്കെ ആയി. ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടും കടലയും ദോശയും സാമ്പാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കോമ്പിനേഷനായിട്ട് ഓരോന്നും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ വാങ്ങിച്ചു കൊടുക്കണു. എല്ലാം ഒന്നും ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. പിന്നെ എല്ലാം ഒന്നും ഉണ്ടാക്കാനും അത്ര അറിയില്ല. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ പറ്റാത്തതൊക്കെ വാങ്ങിച്ചു കൊടുക്കണു. പിന്നെ അവൾ നോൺ വെജൊക്കെ കൂട്ടുന്നവളാണ്. അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ പോണു. 2-3 ആഴ്ച ദിവസത്തേക്ക് ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ മിനിഞ്ഞാന്നത്തെ വീഡിയോ ഇട്ടിരുന്നതിൽ അതേ അവസ്ഥയിലൂടെ പോയ 1-2 പേരുടെ കമൻറ്റ് ഞാൻ വായിച്ചിരുന്നു കേട്ടോ. നമുക്കൊക്കെ ഇതാ പറഞ്ഞിരിക്കുന്നേടോ, നമ്മളുടെ ജീവിതത്തിൽ ചിലവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അത് മറ്റൊന്നുമല്ല, നമ്മൾ ആരെ ആശ്രയിക്കാതെ ആരോടും കൈ നീട്ടാതെ ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചൊക്കെ ഒരു കുത്തലുണ്ടാവും ചിലവർക്ക്. മനസ്സിലായില്ലേ. കാരണം നമ്മൾ ഇല്ലായ്മയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പോയി പറഞ്ഞു നോക്കിയേ. കുറച്ച് കൈ നീട്ടി കുറച്ച് ഇതൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് കുനിഷ്ടും കുശുമ്പൊക്കെ പറഞ്ഞു നോക്കിയേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. പിന്നെ ചിലവർക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്നെ ബാധിച്ച കുറേ പ്രശ്നങ്ങൾക്കാട്ടോ ഞാൻ പറയണത്. എനിക്ക് മറ്റുള്ളവരുടെ അറിയില്ല. എന്നെ ബാധിച്ച കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, എന്നെ കുറേ പേര് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. അത് എൻ്റെ ഫാമിലിയിലും ഉണ്ട്, പുറമേ ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല. പുറമേ ഉള്ളവരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. എനിക്കത് മതി. അല്ലാതെ എനിക്ക് കൂടുതൽ എന്നെ തലയിൽ കയറ്റി ഇരുത്തണമെന്നോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വിളിക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കുറച്ച് പേര് എന്നെ അകറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരുടെ നേരെ കൈ നീട്ടൂല, ഒരാവശ്യം ചോദിച്ചുകൊണ്ട് പോവില്ല. ഞാൻ സ്വന്തമായിട്ട് നേടാനേ നോക്കുകയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിലിച്ചിലാന്ന് പറഞ്ഞ് നടക്കുന്നവളാണ്. വർത്തമാനം പറയാനും കുറച്ച് ഇതുപോലെയുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് പേർക്ക് അതൊരു ഇഷ്ടക്കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നിർബന്ധ ബുദ്ധിയുള്ളവളാട്ടോ. നിർബന്ധ ബുദ്ധി എന്ന് പറയാൻ കാരണം, അതിനെന്താ പറയുക, എന്തും നേരായ വഴിയിലൂടെ പോവുക, അത് തന്നെ. അല്ലാതെ എനിക്ക് വളഞ്ഞ വഴിയോ അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും ഉള്ളത് നേരെ പോകുന്നുള്ള രീതിയാണ്. തെറ്റുകൾ കണ്ടാൽ ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചു പോവും. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. അതൊക്കെ എനിക്ക് കുറേ പേർക്ക് എന്നോടൊരു വിരോധം തോന്നാനൊരു കാരണമുണ്ട്. പിന്നെ
പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ കുറച്ച് നിർബന്ധ ബുദ്ധിയാണ്, അത് ശരിയാണ്. കാരണം എനിക്ക് ചില പെരുമാറ്റങ്ങൾ, ചില രീതികൾ എല്ലാം അതിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യണമെന്നല്ല കേട്ടോ, എന്നെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം എനിക്കൊരു സ്വഭാവമുണ്ട്, അത് എനിക്കത് മാറ്റാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? ഇപ്പം ഞാൻ വീഡിയോ എടുക്കണു, ഇപ്പം എന്നോട് പറയണേ വീഡിയോ എടുക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ പറ്റുമോ? എൻ്റെ ഇഷ്ടമാണിത്. അതുപോലെ എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചിലവർക്ക് എന്നോട് ഇഷ്ടക്കുറവ് വരാൻ വേറൊരു കാരണം പറയാം. ഇപ്പോൾ അവർക്ക്, അതായത് എന്നോട് വിരോധമുള്ളവർക്ക് മറ്റുള്ളവർ ചിലപ്പോൾ ഇഷ്ടാവില്ല, വേറെ ഏതെങ്കിലും ഒരു മൂന്നാമന്, മനസ്സിലായില്ലേ? പക്ഷേ എനിക്ക് അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവരോട് ഞാൻ കണക്ഷൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്നോട് അവർക്കൊരു വെറുപ്പാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ വഴക്കുന്നോ വലിയ തമ്മിൽ തല്ലുന്നോ അല്ലെങ്കിൽ വലിയ കുടുംബ വഴക്കുന്നോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പിന്നെ ചിലർക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്, ചിലവരുടെ, മറ്റുള്ളവർക്ക്. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊക്കെ പറയണം. നമ്മൾ എവിടെ പോകണു, നമ്മൾ എന്ത് വാങ്ങിച്ചു, ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അവിടെ എന്തിനു പോയി, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ ചിലവർക്ക് ഇങ്ങനെ അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ അങ്ങനെ എല്ലാ കാര്യവും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് വാങ്ങിച്ചു, എന്തിനു വേണ്ടി അവിടെ പോയി, ഇതൊന്നും എല്ലാവരോടും കൊട്ടിക്കൊഴിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് പറയുന്നില്ലെങ്കിൽ ചിലവർ എടുത്ത് ചോദിക്കും എന്തിനു പോയി, എങ്ങനെ, അതങ്ങനെയുള്ള പറയാൻ ഞാൻ മുഖം കൊടുക്കാത്ത രീതിയിലാണ് പോവാറ്. അപ്പോൾ എന്നോടൊരു വെറുപ്പുന്ന ഒരു വിരോധമായിരിക്കും. ഞാനൊരു വലിയ ഇതാണെന്നുള്ള മട്ടിലുള്ള കുറച്ചൊരു അകൽച്ച എന്നോട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചെറിയ പ്രായത്തിലുണ്ടല്ലോ, നമ്മളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മളെല്ലാവരെയും അനുസരിക്കും. അവർ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. ഇങ്ങനെയുള്ള നമ്മുടെ ഒരു പ്രായം. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞ്, വിവാഹം കഴിച്ചയച്ചു, പിന്നെ അവർ ഭർത്താവായി മക്കളായി മാറി നിൽക്കണു, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലോ ഒരു കുടുംബത്തിൽ കയറി ആരും അധികം അന്വേഷിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആരോടും ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ വിഷമങ്ങളോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ശരിയെന്ന് പറയാം. അല്ലാതെ ഒന്നും അവരവരെ കാര്യം നോക്കി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ കയറി ഓരോന്നും ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, അവരെവിടെയെങ്കിലും പോയില്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇതിലൊന്നും അങ്ങനെ ആരും ഇടപെടരുത് കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കാരണം ഓരോരുത്തരും അവരവരുടെ കുടുംബം നോക്കി മക്കളായി ഭർത്താവായി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും. എത്ര ബന്ധം സ്വന്തമാണെങ്കിലും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പോയി അവരുടെ കുടുംബത്തിൽ കയറി ഭരിക്കാൻ പോകുന്നത്, ഇതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും യോജിപ്പില്ലാത്ത കാര്യമാണത്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പോവാറില്ല. ഒരു കുടുംബത്തിൽ കയറി നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ എന്തിനു പോയി, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി വർത്തമാനം പറയണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അറിയാൻ വേണ്ടി ഫോൺ ചെയ്ത് ചോദിക്കൽ, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് എവിടെയെങ്കിലും പോയത് അറിഞ്ഞിട്ട് വിളിച്ച് ചോദിക്കൽ, അവിടെ എത്തുമ്പോൾ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ, ഇപ്പോൾ എന്തിനാണ് പോയത്, അല്ലെങ്കിൽ അങ്ങനെ അവർ അറിഞ്ഞു ഇവർ പറഞ്ഞു, ഈ വക സ്വഭാവം എനിക്കത് ഒട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്താ വെച്ചാൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. കാരണം നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ, എന്താ പറയുക, അതിന് ശരിക്കും ഞാൻ നല്ല വാക്കുകളൊന്നും പറയാൻ പാടില്ല അതിന്. കാരണം അങ്ങനത്തെ വാക്ക് വേണം അതിന് പറയണമെങ്കിൽ. കാരണം അത് ചിലവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള സംസാരങ്ങൾ എനിക്കതൊന്നും ഇഷ്ടമല്ല, ഒട്ടും വിവരമില്ലാത്ത രീതിയിലെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ നമ്മൾ നാട് ഓടുമ്പോൾ നടുവ് ഓടണമെന്ന് പറയില്ലേ, കുറച്ചൊക്കെ നമ്മൾ പണ്ട് കാലത്തെ ആൾക്കാരാണ്, ശരിയാണ്, അവർക്ക് ചിലപ്പോൾ അന്ന് അതിനുള്ള വിവരം ഉണ്ടായുള്ളൂ. പക്ഷേ ഇന്ന് ഇത്രയും ലോകം വളർന്നില്ലേ, എവിടെ നോക്കിയാലും മൊബൈലുണ്ട്. മൊബൈൽ മാത്രമല്ല, എല്ലാവർക്കും യൂട്യൂബായിട്ടും ഓരോരോ നമുക്ക് അറിവില്ലാത്തത് ഒത്തിരി പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വയം ചിന്തിക്കാം. ചില വീഡിയോസൊക്കെ നോക്കി ഞാനിങ്ങനെ ചോദിച്ച് തെറ്റല്ലേ, എനിക്കങ്ങനെ ചോദിക്കാം, അങ്ങനെയൊക്കെ സ്വയം മനസ്സിലാക്കുക. ഒരാളോട് പെരുമാറുമ്പോൾ അവനവന് ഒരു വിലയില്ലേ, ആ വില കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അകൽച്ച വന്നത്. ഇങ്ങനെയൊക്കെയുള്ളൂ എൻ്റെ സ്വഭാവം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെയാണ്. എനിക്ക് എൻ്റെ സ്വഭാവം അതിനുവേണ്ടി മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ശത്രുക്കൾ കൂടണമുണ്ട്. അതിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റേതായ നിലപാടുണ്ട്. എനിക്ക് എൻ്റെ കുറച്ച് നമുക്ക് നമ്മുടേതായ എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളില്ലേ, എല്ലാവരോടും വെട്ടി തുറന്ന് പറയാനോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, കഷ്ടപ്പാടുകളും ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ആരോടും പറയാതെ അവനവൻ അടക്കി പിടിച്ചാണ് ഓരോ പടവുകളിങ്ങനെ ചവിട്ടി കയറണം. അതിന് വേണ്ടിയാണ്, ബുദ്ധിമുട്ടിയാണ് ചെയ്യണത്, വെറുതെ അല്ല എന്ന് ഓർക്കണം. അതിനിടയ്ക്ക് ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ, ചില സമയത്ത് തളർന്നു പോകും കേട്ടോ.
ചില സമയത്ത്. പക്ഷെ അതിൽ നിന്ന് കൂടുതൽ ഊർജ്ജം എടുത്താണ് ഞാനൊക്കെ എണീക്കണതെന്ന് വിചാരിക്കണം. പിന്നെ ചിലവരുണ്ട്, ചിലവർക്ക് ഇപ്പോൾ ഒരു ഏഷണി കൂട്ടൽ, മൂന്നാമൻ വന്ന് പറയണ സ്വഭാവം. മര്യാദയ്ക്ക് ഇരിക്കുന്ന കുടുംബമായിരിക്കും, ആ കുടുംബത്തിൽ ഒരാൾ നടുക്ക കയറിയിട്ട് അവിടെയും പറയും ഇവിടെയും പറയും, ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളവർ. അങ്ങനെയുള്ളവരെന്നുണ്ടല്ലോ കുടുംബത്തിലേക്കേ കയറ്റരുത്. കാരണം അങ്ങനെയുള്ളവർ നമ്മളെ കുടുംബത്തിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ വീണ്ടും വീണ്ടും ബന്ധുക്കൾ തമ്മിൽ അടി കൂടുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും, ഫോൺ എടുക്കും. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ആരാന്നൊക്കെ ചോദിക്കും. നമ്പർ അറിയില്ലെങ്കിൽ കേട്ടോ, നമ്പർ അറിയാവുന്നതാണെങ്കിലല്ല. പക്ഷേ അവരുടെ ട്യൂൺ മാറുകയാണ്. അവർ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സ്വന്തക്കാരെ പറ്റിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർത്തമാനമാണെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവർ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവിടെ വർത്തമാനം നിർത്തിച്ച് അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുക പതിവ്. വീണ്ടും അവർ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കും. പക്ഷേ വീണ്ടും അവർ പറയുന്നു അന്ന് അങ്ങനെ പറഞ്ഞുല്ലോ, അന്ന് ഇങ്ങനെ പറഞ്ഞുല്ലോ. വീണ്ടും ഈ ബന്ധുക്കളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊളുത്തണ ഒരു രീതി. പിന്നെ ഞാൻ ആ ഫോൺ എടുക്കാറില്ല അങ്ങനെയുള്ള ഒരു ഫോൺ ചെയ്തു കഴിഞ്ഞാൽ. കാരണം അവർ കൂടുതലും അവർക്ക് സമയം പോവാൻ, അവർക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല, ടൈം പാസ്സായിരിക്കും. പക്ഷെ അവർ ഈ പറയുന്ന പോലെ ചില ബന്ധുക്കളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിയണ് കാണാൻ രസമുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവർ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ പ്രാവശ്യം എനിക്ക് അങ്ങനെയുള്ള അബദ്ധത്തിൽ പോയി ചാടുള്ളൂ. ഒരു പ്രാവശ്യം എന്നോട് ഒരു ബന്ധു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് കുറ്റം പറഞ്ഞു, പിന്നെ ഞാൻ അവരായിട്ട് ഒരു തരത്തിൽ ഞാൻ പോവില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഞാൻ. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ആവുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും, ആ നമ്പറെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയേ പറ്റൂ. തീരെ പാവമായിട്ട് ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ സാന്നും പറഞ്ഞിരിക്കാനോ എനിക്ക് പറ്റില്ല. കൂടുതലും എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ലായിരിക്കും. ചിലവർ പറയും ഭയങ്കര തൻ്റേടിയാണ് അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയുക. അത് പറയണവർ പറഞ്ഞോട്ടെ. കാരണം നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളുടേതായ ഒരു നിലപാടിൽ നിൽക്കുക, അത് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ നിൽക്കുക. ഞാൻ അതേ പറയുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പല പല പ്രശ്നങ്ങളും വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തൊക്കെ പറഞ്ഞോ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു യൂട്യൂബ് ഉള്ളത് കാരണം ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേറെ എനിക്ക് പുറമെ ഒരാളെ വിളിച്ച് പറയാൻ പറ്റുമോ? ഒരു അയൽപക്കത്തുകാരനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെയോ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഞാൻ പറയാറില്ല, ആരോടും പറയാറില്ല. ഇപ്പം അതിന് പകരം ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് നടന്നാലും ഒരുമാതിരിപ്പെട്ടൊക്കെ പറയും കേട്ടോ, എല്ലാം പറയുമെന്ന് ഞാൻ പറയില്ല. എന്നാലും കുറച്ചൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പറ്റിയ രീതിയാണ് ഞാൻ പറയും. കാരണം ഞാൻ അങ്ങനെയാണ്, എനിക്കത് ആ സ്വഭാവം മാറ്റാനും പറ്റില്ല. ചിലവർ പറയും പണ്ട് ഗീത ഇങ്ങനെയേ അല്ലായിരുന്നു, ഭയങ്കര പാവമായിരുന്നു എന്ന്. അത് ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവത്തിലൂടെ ഓരോന്നും പഠിച്ച് ഓരോരുത്തരെയും മനസ്സിലാക്കിയാണ് മുന്നോട്ട് വന്നേക്കണത്. അന്നൊന്നും അറിയില്ലായിരുന്നു, അറിവില്ലായ്മ പക്വതയില്ലാത്തൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ ആരെന്ത് പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലാവാത്തൊരു പ്രായം ഉണ്ടാവും. ആ സമയത്ത് എന്ത് നമ്മൾ കേൾക്കുക, എന്ത് ചെയ്യും. പക്ഷെ പിന്നെ നമുക്കൊരു കുടുംബ ജീവിതം വരുമ്പോൾ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ എന്താ പറയുക പഠിച്ചെടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചു പോകും. അതാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പ്രതികരിച്ച് തുടങ്ങിയോ അന്ന് മുതൽ അവൾ തൻ്റേടിയായിരിക്കും, അഹങ്കാരിയായിരിക്കും എന്നല്ലേ പറയണത്. കാരണം നമുക്ക് എല്ലാവരും വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവളാണ്. പക്ഷേ ഒരാവശ്യം വന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, ഇതൊക്കെ ഒരു ആവശ്യമാണ് ഓരോ ബന്ധുക്കളും കുടുംബങ്ങളും തമ്മിൽ. പക്ഷേ അത് ഒരു സൈഡ് മാത്രം ആകുമ്പോൾ ഉണ്ടല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, ശരിയാണ്, തിരിച്ച് നമ്മളൊരു സന്ദർഭം വരുമ്പോൾ ചെയ്യും. പക്ഷേ അതിന് മുമ്പേ മറ്റുള്ളവൻ്റെ വാക്കുകൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൽ, അല്ലെങ്കിൽ ചെയ്തത് പിന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അതൊക്കെ ആകുമ്പോൾ കേട്ടോ ശരിക്കും ഒരു ഇതായിട്ട് തോന്നണം എനിക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ വേണ്ടാന്ന് തന്നെ വെക്കുകയല്ലേ നല്ലത്. കാരണം നമുക്ക് ഇനിയിപ്പോൾ ഈ പ്രായം പകുതി വയസ്സോളം എത്തിക്കഴിഞ്ഞു, ഇനി ഇത്രയും കാലം നമ്മൾ ജീവിക്കുമോ? ഇല്ല. അപ്പോൾ ഇനിയുള്ള കാലം നമുക്ക് സമാധാനം വേണം, നമ്മളുടെ കുടുംബത്തിനാണെങ്കിലും സമാധാനം വേണം. അല്ലാതെ ഈ ടെൻഷൻ അടിച്ചും ഇവർ അത് ഇതും പറഞ്ഞുകൊണ്ട് വന്ന് കേട്ട് തിരിച്ചു പറഞ്ഞ് പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് എന്താവശ്യമാണേ? നമ്മളുടെ രീതി നമ്മൾ നേരെ പോകുന്നുള്ള രീതി പോവുക.
നമ്മളെ സ്വീകരിക്കാൻ പറ്റണവരോ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ചോദിച്ചു അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിനനുസരിച്ച് ഞാൻ സംസാരിച്ചില്ലേ, തിരിച്ചിങ്ങോട്ട് പ്രതികരിച്ചില്ലേ, വേണ്ട, അത്രയേ ഉള്ളൂ. കാരണം അത് ഓർത്ത് വിഷമിച്ച് നടക്കാനോ, പെട്ടെന്ന് നമുക്ക് മനുഷ്യരല്ലേ, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരു വിഷമം വരുമായിരിക്കും. അതൊക്കെ ആ നിമിഷം കൊണ്ട് ആ ഒറ്റ പ്രാർത്ഥനയാണ്. ആ ഒറ്റ പ്രാർത്ഥന നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ അതൊക്കെ പോയി കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്, അങ്ങനെയാണ്. കാരണം നമ്മുടെ മനസ്സിനെ ഉണ്ടല്ലോ നമുക്ക് ഒറ്റയടിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നിരന്തരമായ പ്രാർത്ഥന, അതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്താ പറയുക, ഒരു ദിവസം പോലും മുടങ്ങാത്ത രീതിയിൽ നമ്മൾ ഒരു കൃത്യം സമയം വെച്ചുകൊണ്ട് അതിരാവിലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് വളരെയധികം വ്യത്യാസം വരും. കാരണം നമ്മളുടെ മനസ്സിലും ചിലപ്പോൾ ഈ പറയണ വെറുപ്പും അസൂയയും കുശുമ്പും ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു അവൾക്കത് കിട്ടിയില്ല ഇങ്ങനെ മനസ്സുകൊണ്ട് തോന്നും. കാരണം നമ്മൾ മനുഷ്യരാണ്, അല്ലാതെ നമ്മളെല്ലാം തികഞ്ഞിരിക്കണവരല്ല, നമ്മൾ വെറും പച്ചയായ മനുഷ്യരാണ്. അപ്പം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് ആ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ മനധൈര്യം നമുക്ക് നേടിയെടുക്കാനും പറ്റും. ആര് എന്ത് പറഞ്ഞാലും നമുക്ക് അതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മനസ്സിൽ, അതായത് നമ്മൾ നാമം ചൊല്ലുമ്പോൾ മനസ്സ് ഏകാഗ്രമായിരിക്കണം എന്ന് പറയും. ചുണ്ടുകൊണ്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും, പക്ഷെ മനസ്സ് മുഴുവനും ഒന്നല്ല അവൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു, അല്ലെങ്കിൽ അയൽപക്കത്ത്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ അങ്ങനെ പോകരുത്. ആ മനസ്സിന് നമ്മളുടെ ആ മനസ്സ് വേറെ ഒന്നും ചിന്തിക്കാതെ ഏകാഗ്രമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഗുരുവായൂർ പോവുകയാണെന്ന് വെക്കൂ, നമ്മൾ ആ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിലിരുന്ന് നാമം ചൊല്ലുമ്പോൾ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നതും നമ്മളങ്ങനെ ആ അകത്തിൽ കൂടെ പ്രദക്ഷിണം വെച്ച് ആ ഓരോ നടയിൽ പോകുന്നതൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് വേറെ എങ്ങും പോവില്ല, നമ്മുടെ അയൽപക്കത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ കുനിഷ്ടും കുശുമ്പും എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഓർമ്മകൾ അങ്ങനെയൊന്നും പോവില്ല. ആ അമ്പലത്തിലൂടെ ഇങ്ങനെ നടന്നു പോണത് ഞാൻ അങ്ങനെയാട്ടോ ചെയ്യണേ. ഞാനിപ്പോൾ പറഞ്ഞ് സത്യമാണ് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മാറിപ്പോകും. കാരണം ഞാൻ പല പല അനുഭവത്തിലൂടെ ഞാനും വരുന്നത്. ചിലപ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ചഞ്ചലമാകും. അപ്പോൾ നമ്മൾ ആ നാമം ചൊല്ലുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നു, ആ പോകുന്ന നമ്മൾ ആ ലൈനിൽ നിൽക്കണതും നമുക്കറിയാമല്ലോ. നമ്മൾ എപ്പോഴും പോകുന്നവരാകുമ്പോൾ, അല്ലെങ്കിൽ അവരവരുടെ ഏത് അമ്പലത്തിലാണോ പോകുന്നത് അവിടെ, ഏത് ക്ഷേത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മതസ്ഥരായിക്കോട്ടെ, അവരവരുടെ പ്രാർത്ഥനാലയത്തിൽ പോകുമ്പോൾ എങ്ങനെ പോകുന്നു അത് നമ്മുടെ മൈൻഡിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലൂടെ ആ പോകുന്നത് നമ്മൾ സങ്കല്പിച്ച് ആ പ്രദക്ഷിണം വെച്ച് കയറുന്നത്, ആ സ്റ്റെപ്പ് കയറി പോണതും തിരിച്ച് താഴേക്ക് ഇറങ്ങി പോണതും നടക്കകത്ത് കയറുന്നതും തിരക്കിലും ഭഗവാനെ തൊഴുന്നതും, അങ്ങനെ എന്താ പറയുക, ഭഗവാന്റെ ആ സോപാനത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോയി തൊഴുന്നതും പുറത്തേക്ക് വരുന്നതും, പിന്നെ ഓരോ ഉപദേവതകളെയൊക്കെ തൊഴുതുകൊണ്ട് വരുന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു കാര്യങ്ങളും വരില്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു 20-24 മിനിറ്റ് എന്നാണ് പറയാറ്. ആ സമയം വരെ നമ്മൾ ആ നാമം ചൊല്ലുമ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് ഒരു പ്രദക്ഷിണമല്ല 3 പ്രദക്ഷിണം വേണമെങ്കിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു ചിന്തകളും വരില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്നും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് നോക്കിയാൽ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും, എന്തെങ്കിലും ഒരു ഉപാധി കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യണത്, ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പല പല കടമ്പകൾ കടന്നു വന്നവളാണ് ഞാൻ. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്ര തൻ്റെ ഇടത്തോട് ഇങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ അത് എൻ്റെ ഒരു നാമജപത്തിൻ്റെ ആയിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയില്ല. എന്ന് കരുതി ആളുകളെ കാണിക്കാൻ വേണ്ടി കൊട്ടിഘോഷിച്ച് നടക്കാനോ അല്ലെങ്കിൽ എന്നൊക്കെ കാണിച്ചു അതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിരീശ്വരവാദിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കണമെങ്കിൽ ഞാൻ അതേപോലെ നിൽക്കും. അവർ പറയുന്നത് ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവത്തിനെ എതിർത്ത് പറയുന്നവരോ അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വാസമില്ല എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഞാൻ തലയാട്ടിക്കൊണ്ട് നിൽക്കും. അതേസമയം ഈശ്വരവാദിയാണെങ്കിൽ, അതായത് ദൈവം ഉണ്ട്, ഇതിനോട് ഭയങ്കര ഭക്തിയുള്ളവരുടെ മുമ്പിലും ഞാൻ അതിനനുസരിച്ച് നിൽക്കും. കാരണം ഇതൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും. അങ്ങനെ ജീവിക്കാനേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. അല്ലാതെ നമ്മൾ എല്ലാം നേരെ പോകുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഏറ്റവും ഉറ്റവർ പോലും നമ്മളെ അടിച്ച് താഴ്ത്താൻ നോക്കുമ്പോഴാണ് ചിലപ്പോൾ തളർന്നു പോണത്. പക്ഷെ അതിലൊന്നും തളർന്നു പോകരുത് എൻ്റെ പൊന്നെ. നമ്മൾ ഒട്ടും മോശമല്ലാന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ്. എന്തൊക്കെ നമ്മൾ തരം താഴ്ത്തിക്കോട്ടെ. കാരണം
ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഒരു പടി മുമ്പിലാണ് അവരെക്കാൾ, അതുകൊണ്ടാണ് അവർ നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കണത് എന്ന് നമ്മൾ ചിന്തിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ അവരെക്കാൾ താഴ്ന്നതിലല്ല, നമ്മൾ അവരെക്കാൾ താഴ്ന്ന രീതിയിലായിരുന്നെങ്കിൽ അവർ നമ്മളിങ്ങനെ ചെയ്യില്ലായിരുന്നു. നമ്മൾ അവരെക്കാൾ ഒരു പടി മുമ്പിലാണ്, അതുകൊണ്ടാണ് അവർ നമ്മളെ ചവിട്ടി താഴ്ത്താൻ നോക്കണമെന്ന് ചിന്തിക്കുക. 100 വട്ടം അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നല്ല ബോൾഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ടൈം പോണു, എല്ലാവർക്കും ബുദ്ധിമുട്ടാകും, ഒരുപാട് അരോചകമായി തോന്നും. അതുകൊണ്ട് നമുക്ക് നാളെ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും